ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ? അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടൈപ്പ് പരിപ്പാണ്. മട്ടർ ദാൽ, ചന ദാൽ. 1/4 ഗ്ലാസ് മട്ടർ ദാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് ചന ദാൽ അല്ലെങ്കിൽ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടർ ദാൽ പറയുന്ന ഗ്രീൻ പീസിൻ്റെ പരിപ്പാണ്. ഇനി ഇതില്ലെങ്കിൽ ചന ദാൽ വെച്ച് മാത്രം നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കുറഞ്ഞത് ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം. പരിപ്പ് 3 മണിക്കൂർ നന്നായിട്ട് കുതിർത്തി വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. മട്ടർ ദാലിന് വട പരിപ്പ് എന്നുകൂടി പറയും. കുതിർത്തി വെച്ച പരിപ്പിൽ നിന്നും കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ആവശ്യം വരും. ബാക്കിയുള്ള പരിപ്പ് ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയരുത്. മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ച് ജസ്റ്റ് ക്രഷ് ചെയ്ത് അരച്ചെടുക്കാനേ പാടുള്ളൂ. ആദ്യത്തെ 2 ബാച്ച് നമ്മളിത് അവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതിയാകും. കണ്ടോ, ചെറുതായിട്ട് തരിതരികളുണ്ട്. നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന്. ഇതിൽ അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ വെച്ച് പതുക്കെ ക്രഷ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ പല ബാച്ചുകളായിട്ട് അരച്ചെടുക്കാനും ശ്രദ്ധിക്കണം. അവസാനത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പച്ചമുളക്, പെരിഞ്ജീരകം. ബാക്കിയുള്ള പരിപ്പ് അരയ്ക്കുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ലാസ്റ്റ് ബാച്ചും നമ്മൾ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ചേർത്തപ്പോൾ തോലോട് കൂടി തന്നെയാണ് ചേർത്തത്. പരിപ്പ് എല്ലാം തന്നെ നമ്മളിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന പരിപ്പ്, 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കായം പൊടിച്ചത്, അല്പം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച കൂട്ടിൽ നിന്നും ഇതുപോലെ ഒരു ചെറിയ ഉരുളയാക്കി എടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലെല്ലാം നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നടുവിൽ കനം കൂടുതലും സൈഡിൽ കനം കുറവും വരാൻ പാകത്തിന് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയത്തിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് വട ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എല്ലാ പരിപ്പ് വടയും നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവർക്കും ബൈ.